വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട 12 ലെറ്റേഴ്സിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. 2026 കഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ മുത്തശ്ശൻ്റെ മകളുണ്ടല്ലോ യൂനിയൻ, അവളുടെ അടുത്തേക്ക് ആ ഹൗസ് ഓണർ അത് ഡിമോളിഷ് ചെയ്യാനായിട്ടുള്ള പേപ്പേഴ്സുമായിട്ട് വരികയാണ്. അവളപ്പോൾ പറയും, ഇപ്പോൾ എന്തായാലും പറ്റില്ല, എൻ്റെ അച്ഛൻ മിസ്സിങ് ആണ്, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇവിടുന്ന് മാറാനോ ഇത് പൊളിക്കാനോ ഉള്ള അനുവാദം തരാൻ പറ്റില്ല. അപ്പോൾ അവർ ഇവിടെ കുറേ വഴക്ക് പറയുകയാണ്, നിങ്ങൾ ഓരോ തവണ ഓരോ എക്സ്ക്യൂസായിട്ട് വരുന്നുണ്ട്, ഇപ്പം നിങ്ങൾ അച്ഛനെ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനത്തെ പറയുകയാണ്. അവൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണേൽ പോയി അന്വേഷിക്കാം. ഇവരിത്രയും പ്രശ്നം നടക്കുന്ന സമയത്താണ് അവളുടെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അവളും ഇവരെ കയറി ചോദ്യം ചെയ്യുകയാണ്, എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളവിടെ വന്ന്, അവളുടെ ഫാദർ മിസ്സിങ് ആണെന്ന് പറഞ്ഞതല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്നെ തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൾ അങ്ങോട്ട് അവരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ പിന്നെ ബാക്ക് ഔട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ അച്ഛൻ വരുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി എന്നും പറഞ്ഞ് അവരങ്ങ് അവിടെ നിന്ന് പോവുകയാണ്. യൂനിയൻ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനോട് അവളുടെ അച്ഛൻ്റെ പേര് യു ഷിഹോങ് എന്നുള്ളത് ഫേക്ക് ആണ് എന്ന് പോലീസുകാർ പറഞ്ഞ സംഭവം പറയുകയാണ്. അപ്പോൾ അവൾ ഷോക്ക്ഡ് ആവുകയാണ്, നിൻ്റെ അച്ഛൻ്റെ പേര് ഫേക്ക് ആണെന്നോ. യൂനിയൻ എന്നിട്ട് അവൾക്ക് ആ മെയിൽ ബോക്സിൽ നിന്ന് വന്ന ലെറ്റർ അവളെ കാണിക്കുകയാണ്. പ്രഗ്നൻ്റ് ഫ്രണ്ട് അത് വായിച്ചു നോക്കുമ്പോൾ അതൊരു സൂയിസൈഡ് നോട്ട്, മറ്റേ ഹൈത്താങ് അന്ന് എഴുതിയ ലെറ്ററാണ് അവൾക്ക് കിട്ടിയേക്കുന്നത്. നീ എന്തിനാ ഈ സൂയിസൈഡ് നോട്ടൊക്കെ ഇരുന്ന് വായിക്കുന്നതെന്നും പറഞ്ഞ് അവൾ അതങ്ങോട്ട് മാറ്റാണ്. അവൾ പറയും, എനിക്ക് ഈ ലെറ്റർ ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് എൻ്റെ കാലിനടുത്തേക്ക് വന്ന് വീണതാണ്, അപ്പോൾ അത് എനിക്ക് വന്നതാണെന്നല്ലേ അതിനർത്ഥം. പോരാത്തതിന് നീ അതിൻ്റെ താഴെ നോക്കിക്കേ, ഹൈത്താങ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അതേ പേര് തന്നെയാണ് ഈ പോസ്റ്റ് കാർഡിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്. പോരാത്തതിന് ഈ 2 ലെറ്റേഴ്സിൻ്റെയും ഹാൻഡ് റൈറ്റിങ് സെയിം ആണ്. എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, അച്ഛനൊരു ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന്, അത് ഈ ലെറ്റർ ആണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ കിട്ടിയിരിക്കുന്ന ലെറ്റർ 1991 വന്നതാണ്, അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ഫ്രണ്ട് പറയും, എനിക്കിതെല്ലാം കേട്ടിട്ടാകെ വട്ടാവുന്നുണ്ട്, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എവിടെയാണ് ടോയ്ലറ്റ്, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ ടോയ്ലറ്റിലേക്ക് പോകും. യൂനിയൻ എന്നിട്ട് അവളുടെ ലാപ്ടോപ്പ് എടുത്ത് വെച്ച് മെയ്വാൻ ടൗൺ എവിടെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അവൾ അതിൽ വായിക്കും, 2004 മെയ്വാൻ ടൗൺ പുഷോയി എന്ന് പറയുന്ന സ്ഥലത്തുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കുക്കി ബോക്സിൽ പുഷോയിലേക്കാണ് അവളുടെ അച്ഛൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അവൾ പുഷോയിലുള്ള മെയ്വാൻ ടൗണിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവൾ പോകുന്ന ടാക്സി ഡ്രൈവറോട് ഈ മെയ്വാൻ ടൗണിനെ കുറിച്ചും ഹൈത്താങ്ങിനെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 1991 ഹൈത്താങ്ങിൻ്റെ ഏജ് 19 വയസ്സാണ്. അപ്പോൾ ഇപ്പോൾ 2026 ഏകദേശം ഒരു 50 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ആയിരിക്കും എന്നൊക്കെ അവൾ ടാക്സി ഡ്രൈവറോട് പറയുന്നുണ്ട്. അപ്പോൾ ടാക്സി ഡ്രൈവർ പറയും, ഞാൻ 91 എനിക്ക് 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ ഇവിടെയാണ് വളർന്നതെങ്കിൽ എനിക്ക് വലിയ രീതിയിൽ ആൾക്കാരെയൊന്നും അറിയത്തില്ല. അവൾ പുഷോയിൽ പോയിട്ട് അവിടെയുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുകയാണ് ഹൈത്താങ്ങിനെ കുറിച്ച്. അപ്പോൾ പോലീസുകാർ പറയും, ഹൈത്താങ് നിങ്ങളുടെ ആരാണ്. അവൾ ചുമ്മാ അവളുടെ ആണ്ടാണെന്ന് പറയും. പോലീസുകാർ പറയും, അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും വരുന്നവർക്ക് കൊടുക്കാൻ പറ്റില്ല, ഡയറക്റ്റ് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവളൊന്ന് കെഞ്ചിയൊക്കെ ചോദിക്കുന്നുണ്ട്, അർജൻറ്റ് മാറ്ററാണ് അതുകൊണ്ടാണ്, പക്ഷേ പോലീസുകാരൻ സമ്മതിക്കുന്നില്ല. അവളവിടെ നിന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ കണ്ട പയ്യനുണ്ടല്ലോ വൺറു, ഇംഗ്ലണ്ടിലേക്ക് അവൻ്റെ അമ്മയെ കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ അവൻ്റെ അമ്മ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ആ മിസ്സിങ് കേസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതാണ്. യൂനിയൻ പുറത്തിറങ്ങിയിട്ട് മറ്റേ പ്രഗ്നൻറ്റ് ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറയും, പോലീസുകാർ ഡീറ്റെയിൽസ് ഒന്നും തന്നില്ല. നെറ്റിൽ എന്തെങ്കിലും ഹൈത്താങ്ങിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഹൈത്താങ് ഫ്ലവേഴ്സിനെയാണ് കാണിക്കുന്നത്, അല്ലാതെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, ഒരു തുമ്പും കിട്ടുന്നില്ലെങ്കിൽ നീ ഇങ്ങ് തിരിച്ചു പോവാ. പക്ഷേ ഇവൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് കുറച്ച് നാളൊന്ന് അന്വേഷിക്കട്ടെ, എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് തീരുമാനിക്കാം എന്ന് പറയാണ്. അതേസമയം ഇവനാണെങ്കിൽ ഇവൻ്റെ അമ്മയുടെ മിസ്സിങ് കേസ് പോലീസിന് രജിസ്റ്റർ ചെയ്യാൻ വന്നേക്കുവാണല്ലോ. അവൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുമ്പോൾ അമ്മയുടെ പേര് ഹൈത്താങ് എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് അവനോട് പറയുന്നുണ്ട്, ഹൈത്താങ് ഈ ലേഡിയെ അന്വേഷിച്ചും കൊണ്ട് അവരുടെ ആണ്ടാണെന്നും പറഞ്ഞും കൊണ്ട് ഒരു പെൺകുട്ടി ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, ഏത് പെൺകുട്ടി, അവരിപ്പം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവൻ അവളുടെ പുറകെ ഓടിച്ചില്ലാണ്. അവൻ വന്ന് അവളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഹൈത്താങ്ങിനെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളും അവരും തമ്മിൽ എന്താണ് ബന്ധം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെൻ്റെ റിലേറ്റീവാണ്. അങ്ങനെ പറയുമ്പോൾ അവനൊരു സംശയം തോന്നിയിട്ട് അവൻ ഇവളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, റിലേറ്റീവോ, നിങ്ങൾ തമ്മിൽ എന്ത് റിലേഷനാണ് ഉള്ളത്. അവൾ പറയും, എൻ്റെ ഹോം ടൗൺ ഫെല്ലോ ആണ് അവർ. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട് വീണ്ടും, അവൾ സസ്പീഷ്യസ് ആണെന്ന് ഇവന് തോന്നുന്നുണ്ട്. ഹോം ടൗണിലുള്ള ഒരാളെ അന്വേഷിച്ച് ഇത്രയും ദൂരം നിങ്ങൾ വന്ന് തിരക്കുന്നത് എന്തിനാ, അതും പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ. അവൻ പറയും, ഹൈത്താങ്ങിൻ്റെ അമ്മയാണ്. ഇവൻ്റെ അമ്മയാണ് ഹൈത്താങ് എന്നറിയുമ്പോൾ അവൾ അവനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മ എവിടെയാണ്, എനിക്കവർ നേരിട്ട് കാണണം, സംസാരിക്കണം, കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. ഇവളെന്തോ കള്ളിയാണെന്ന് വിചാരിച്ചും കൊണ്ട് ഇവൻ പറയും, എങ്കിൽ നമുക്ക് പോലീസിൻ്റെ ഫ്രണ്ടിൽ പോയി ഒന്ന് ചോദിക്കാം, കാര്യങ്ങളൊക്കെ അവിടെ പോയി ഒന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് ഇവളെ വിളിച്ചും കൊണ്ട് പോലീസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്.
പോലീസ് ഇവരെ രണ്ടുപേരും എത്തിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, സത്യമായിട്ടും അവർ മിസ്സിംഗ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഹൈത്താങ്ങിനെ അന്വേഷിച്ചാണ് ഞാൻ ഇവിടെ വന്നത്, അത് സത്യം തന്നെയാണ്. പക്ഷേ എൻ്റെ അച്ഛൻ മിസ്സിംഗ് ആണ്. അച്ഛനെ കാണാഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചിറങ്ങിയതാണ്. അപ്പോൾ പോലീസുകാരൻ ഇവളോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ എങ്ങനെയാണ് അവരറിയാവുന്നത്? അവൾ പറയും, എനിക്കും അതറിയില്ല, അതന്വേഷിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം തന്നെ ഈ ലെറ്ററാണ്. നോക്കിക്കേ, അതിലെ ലെറ്റർ ഹൈത്താങ്ങിനാണ് എഴുതിയിരിക്കുന്നത്. സൈനും ഹൈത്താങ്ങാണ് ചെയ്തിരിക്കുന്നത്. ഈ ലെറ്ററിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പോലീസ് മറ്റവനോട് ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണോ? അപ്പോൾ അവൻ പറയും, എനിക്കറിയില്ല. അവൾ അവനോട് ദേഷ്യപ്പെടുകയാണ്, നിൻ്റെ അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് എന്താണെന്ന് പോലും നിനക്കറിയില്ലേ? അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് അടിയാവുകയാണ്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കിയിട്ട് പ്രശ്നമില്ല. ഇപ്പോൾ മിസ്സിംഗ് ആയിരിക്കുന്ന 2 ആൾക്കാരാണ്, അവരെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. പക്ഷേ ഇവന് ഒരു കള്ളത്തരം മണക്കുന്നുണ്ട്. ഇവള് എന്തോ കള്ളിയാണെന്ന് അവൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്. കാരണം ഇവൻ്റെ അമ്മയുടെ റിലേറ്റീവാണ് അവളെന്നാണല്ലോ അവൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ അവൾ പോലീസിനോട് പറയുന്നുണ്ട്, സാർ ഞാൻ അന്നേരം പറഞ്ഞത് അത് കള്ളമാണ്, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്, ഞാൻ സത്യമാണ് പറയുന്നത്. പോലീസ് പറയും, ഈ ഒരു ലെറ്റർ മാത്രം വെച്ചിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടത്തില്ല. കേസ് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എൽഡേഴ്സുമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസ് കിട്ടണം. അപ്പോൾ വേറൊരു പോലീസുകാരൻ ഇവരോട് വന്ന് പറയുകയാണ്, സർ യു ഷിഹോങ് എന്ന് പറയുന്ന ആൾ മിസ്സിംഗ് ആണ്, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾ പറയും, കണ്ടില്ലേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. പോലീസുകാരൻ അപ്പോൾ അവരുടെ മകനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മേനെ ചുറ്റുമുള്ള നെയ്ബേഴ്സ് ആരെങ്കിലും ഈ ഇടയ്ക്ക് കണ്ടിരുന്നോ? അപ്പോൾ അവൻ പറയും, ഇല്ല. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ വേറെ ആരെങ്കിലും? അപ്പോൾ അവൻ പറയും, ഞങ്ങൾക്ക് ആരും ഇല്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ എബ്രോഡ് താമസിക്കുകയായിരുന്നു, അമ്മ ഇവിടെ ആയിരുന്നു, ഞങ്ങൾക്ക് വേറെ ബന്ധുക്കളൊന്നും ഇല്ല. നിങ്ങളുടെ അമ്മ, പോലീസ് ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മ അപ്പോൾ ഒറ്റയ്ക്ക് ഈ മൗണ്ടനിൽ കാർ ഓടിച്ച് പോയിട്ട് അവിടെ വെച്ച് മിസ്സിങ് ആയി എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണുള്ളത്? അതുമല്ല, ഒരു എവിഡൻസും ഇല്ല നിങ്ങളുടെ അമ്മ ഇപ്പോൾ ഡേഞ്ചറിലാണ് എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കേസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവൻ പറയും, എന്തുകൊണ്ടില്ല? ഷിഹോങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അയാളെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അയാൾ എൻ്റെ അമ്മയുടെ ഡിസപ്പിയറൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഉണ്ട്. അപ്പോൾ അവളങ്ങ് ദേഷ്യപ്പെടുകയാണ്, നീ എന്തിനാ എൻ്റെ അച്ഛനെക്കുറിച്ച് മോശം പറയുന്നത്? നിൻ്റെ അമ്മയാണ് പ്രശ്നക്കാരി, എൻ്റെ അച്ഛനും മിസ്സിംഗ് ആണ്. അപ്പോൾ പോലീസ് ഇടപെട്ടിട്ട് പറയണം, നിങ്ങൾ തമ്മിൽ ഇവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കരുത്. എനിക്കും ഇത്രയും കേട്ടിട്ട് മനസ്സിലാവുന്നത് ഈ എൽഡേഴ്സിന് എന്തോ പ്രൈവറ്റ് മാറ്റേഴ്സ് ഉണ്ട്, അവർക്ക് മാത്രം സംസാരിക്കാൻ പറ്റുന്നതും ഈ കുട്ടികളോട് നിങ്ങളോട് പറയാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് അവർ പുറത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ കഴിക്കുന്നില്ല. അങ്ങനെ അവൻ്റെ നൂഡിൽസും കൂടി അവളാണ് കഴിക്കുന്നത്. ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഒരുപാട് അവനെ വഴക്ക് പറയുന്നുണ്ട്. കാരണം അവന് അവൻ്റെ അമ്മയെക്കുറിച്ച് ഒന്നും അറിയില്ല. അവൻ എബ്രോഡിലായിരുന്നല്ലോ. അവൻ്റെ അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണെന്നറിയില്ല, അമ്മ എവിടെയാണെന്നറിയില്ല, ഒരു വിവരം അറിയില്ല. നിങ്ങൾ ശരിക്കും ഹൈത്താങ്ങിൻ്റെ മകൻ തന്നെയാണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. അവൾ പറയും, എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പോലീസ് ചോദിച്ച ഒരു ചോദ്യത്തിനും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ഒന്നും പറയാനായിട്ട് സാധിച്ചില്ല. ആക്ച്വലി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടാകുന്നുണ്ട്. നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ അവൾ ഇങ്ങനെ പറയുമ്പോൾ അവൻ അവിടുന്ന് പൈസ കൊടുത്തിട്ട് പോകാനായിട്ട് കാർഡ് എടുക്കും. പക്ഷേ കാർഡ് ആ കടയിൽ എടുക്കത്തില്ല, പൈസ തന്നെ വേണം. അവസാനം അവൾ തന്നെ പേ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് അവർ രണ്ടും കൂടി അവൻ്റെ പ്ലേസിലേക്ക് പോവുകയാണ്, അതായത് അവൻ്റെ അമ്മയുടെ പ്ലേസിലേക്ക്. കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ടെന്നും പറഞ്ഞാണ് അവൾ അങ്ങോട്ടേക്ക് വരുന്നത്. നിൻ്റെ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അച്ഛൻ പോയി, അച്ഛൻ ഇവിടെ ഇല്ല. അപ്പോൾ അവൾ വിചാരിക്കുന്നത് മരിച്ചു പോയി എന്നാണ്. പക്ഷേ അവൻ്റെ അച്ഛൻ ആക്ച്വലി എബ്രോഡാണ്. അവൻ്റെ അമ്മയും അച്ഛനും ഡിവോഴ്സ്ഡാണ്. അവളപ്പോൾ അവൻ്റെ അമ്മയെക്കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ ഒരു സ്കാമറാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവൻ പറയും, അതെന്താ? അല്ലാണ്ട് അച്ഛൻ എങ്ങനെ എങ്ങോട്ടേക്ക് വരുന്നത്? ഓൺലൈനായിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ടൈപ്പാണ് നിൻ്റെ അമ്മ എന്താ തോന്നുന്നത്? അപ്പോൾ അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അമ്മയെക്കുറിച്ച് വല്ല അപവാദം പറഞ്ഞാലുണ്ടല്ലോ. അവളവൻ്റെ അമ്മയുടെ റൂമിലേക്ക് പോകുമ്പോൾ കുറേ ബുക്സ് ഇരിക്കുന്നത് കണ്ടു. നിൻ്റെ അമ്മ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ അവൻ പറയും, അമ്മ ഒരു ടീച്ചറാണ്, ഇപ്പോൾ റിട്ടയറായി. അപ്പോൾ അവൾ പറയും, ചുമ്മാതല്ലേ ഇത്രയും ബുക്സ്, നിൻ്റെ അമ്മ ഒരു ഇൻ്റലക്ച്വൽ ടൈപ്പാണല്ലേ. അങ്ങനെ ബുക്സിനിടയിൽ ഡാനിഷ് കുക്കീസിൻ്റെ ഒരു ബോക്സ് അവൾ കാണുന്നുണ്ട്. അവൾ അതെടുത്തിട്ട് അവനോട് പറയും, ഇതേ ടൈപ്പ് കുക്കി ബോക്സ് എൻ്റെ വീട്ടിലും ഉണ്ട്, എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടത്. അവൾ അതെടുക്കുന്ന കണ്ടിട്ട് അവൻ അത് മാറ്റി വെക്കുകയാണ്, എൻ്റെ അമ്മയുടെ സാധനങ്ങളൊന്നും നീ എടുക്കരുത്. അവൻ ഇപ്പോഴും വിശ്വാസമാവുന്നില്ല ഇവൾ പറയുന്നതൊക്കെ സത്യമാണോ അല്ലയോ എന്ന്. ഇവൾ ഫേക്കാണ്, എന്തോ കള്ളത്തിലൊപ്പിക്കുകയാണ് എന്നൊക്കെയാണ് അവൻ്റെ മനസ്സിലെ ചിന്തകൾ. അവൻ്റെ അമ്മയുടെ ഹാൻഡ് റൈറ്റിങ്ങും 1991 നിന്ന് വന്ന ഹൈത്താങ് എഴുതിയ ലെറ്ററും അവൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരേ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ്. പക്ഷെ അവൻ ആ ലെറ്റർ കണ്ടിട്ട് പോലും വിശ്വാസമാകുന്നില്ല. നിനക്ക് എന്താ വട്ടുണ്ട്? ഇത് 1991 എഴുതിയ ലെറ്ററാണ്, ഇപ്പോൾ 2026 ആണെന്ന് നിനക്കറിയില്ലേ? അതായത് ഏകദേശം 35 വർഷത്തിന് മുന്നേ എഴുതിയ ലെറ്റർ. ആ ലെറ്റർ എങ്ങനെ ഇത്രയും പുതിയതുപോലെ ഇരിക്കുന്നത്? ഇതാരോ ഇപ്പോൾ എഴുതിയതാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് വന്നതേ ഉള്ളൂ. നീ കുറച്ച് പഠിച്ച കളിയാണ്. നിൻ്റെ കയ്യിൽ പല അടവുകളും ഉണ്ടല്ലോ.
അപ്പോൾ നീ പറയുന്നത് ഞാൻ നിൻ്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോയി എന്നാണോ? അവൻ പറയും, നിനക്ക് ആവശ്യമുള്ള പൈസ എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് സർജറി അത്യാവശ്യമാണ്, അമ്മ അത്ര നല്ല കണ്ടീഷനിലൊന്നുമല്ല. നിനക്ക് പൈസയാണ് വേണ്ടെങ്കിൽ ഞാൻ തരാനും തയ്യാറാണ്. അതല്ല നിൻ്റെ അച്ഛനാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതും പറയും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ അൽഷിമേഴ്സ് ഉണ്ട്, ചില സമയങ്ങളിൽ അച്ഛൻ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. അങ്ങനെയുള്ള അച്ഛൻ നിൻ്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോയെന്നാണോ? നിൻ്റെ അച്ഛൻ എന്ത് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്നവൻ പറയുമ്പോൾ അവൾ പറയുകയാണെങ്കിൽ നീ പോലീസിനോട് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യിക്കാത്തതെന്തേ? അവൻ പറയും, എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ നീ എൻ്റെ അമ്മ എനിക്കിങ്ങ് തിരികെ തരണം. അവളും പറയുന്നുണ്ട്, ഞാനൊരു കല്ലിനോടാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നത്. എത്ര നേരമായിട്ട് ഞാൻ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുക, ഈ ലെറ്റർ എനിക്ക് മെയിൽ ബോക്സിൽ നിന്ന് വന്നതാണ്, അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തത് ഇത്രയും ദൂരം. ഞാൻ എൻ്റെ അച്ഛനെയാണ് അന്വേഷിക്കുന്നത്, എനിക്ക് നിൻ്റെ അമ്മയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ അവർ രണ്ടും ഒരുമിച്ചാണുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കാൻ പോവാണ്, നീ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ടേബിളിലിരിക്കുന്ന ലെറ്റർ അവ എടുത്തിട്ട് പറയും, നീ പറയുന്നത് സത്യമാണെങ്കിൽ നിൻ്റെ കൂടെ വന്ന് ഞാനും അന്വേഷിക്കാം, പക്ഷേ 2 കണ്ടീഷൻസ് ഉണ്ട്. അവൾ പറയുന്നുണ്ട്, നിനക്കെന്നെ ഒട്ടും വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാം, ഞാൻ പറയുന്നത് സത്യമാണ്, അവിടെ വന്നാൽ നിനക്കത് ബോധ്യപ്പെടും. അങ്ങനെ അവളുടെ കൂടെ അവൻ അത് അന്വേഷിക്കാനായിട്ട് പോവുകയാണ്. അവളുടെ സ്ഥലത്താണ് അവനിപ്പോൾ ഉള്ളത്. അവരുടെ ലെറ്റർ ബോക്സിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അവിടെ നല്ല തണുപ്പാണ്. അവൾ അവനോട് പറഞ്ഞായിരുന്നു വരുന്ന വഴിയിൽ ഒരു കോട്ട് വാങ്ങാനായിട്ട്, പക്ഷേ അവനത് കേട്ടില്ല. ഇപ്പോൾ നല്ല തണുപ്പല്ലേ, ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അവനിവൾ പറയുന്നതൊന്നും ഒട്ടും വിശ്വാസമില്ല. കാരണം 1991 നിന്നും അവൻ്റെ അമ്മ എഴുതിയ കത്ത് ഒരു മെയിൽ ബോക്സിൽ നിന്ന് വന്നു. ഫിസിക്സിനെതിരാണല്ലോ ഇതൊക്കെ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട്.